ശബരിമലയിൽ ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ദൈവമില്ല എന്ന് പറയുന്ന സർക്കാർ ശബരിമല അയ്യപ്പന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? അല്ല, ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ട് സർക്കാർ ഒന്നും ചെയ്യേണ്ടത് കാര്യമില്ല. കാരണം ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഈശ്വരനല്ലേ. ഈശ്വരന് വേണ്ടിയിട്ട് ഈശ്വരനെ രക്ഷിക്കാൻ മനുഷ്യൻ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ശബരിമലയെ സംബന്ധിച്ച് മറ്റ് ക്ഷേത്രങ്ങളുമായിട്ടുള്ള വ്യത്യാസം എൻ്റെ അഭിപ്രായത്തിൽ ഭഗവാനും ഭക്തനും ഒന്നാവുന്ന ഒരു സ്ഥലം ലോകത്ത് വേറെയില്ല. കാരണം അയ്യപ്പന്മാർ മാലയിട്ട് ആ നിമിഷം മുതൽ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് കാണാൻ പോകുന്നു അയ്യപ്പനെയാണ്. ഭക്തനും ഈശ്വരനും ഒന്നായി മാറുന്ന ഒരു സവിശേഷ ആരാധനാ സ്ഥലമാണ് ശബരിമല. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അയ്യപ്പദാസ് പറഞ്ഞ ആ അർത്ഥത്തിൽ. അപ്പോൾ അയ്യപ്പന് വേണ്ടി ചെയ്യുന്നൊരു സർവീസാണ് അയ്യപ്പന്മാർക്ക് വേണ്ടി ചെയ്യുന്നത്. വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, നമ്മുടെ ശബരിമലയിൽ പോലീസ് അയ്യപ്പന്മാരുണ്ട്. നമ്മൾ അവരെ പോലീസുകാരെന്ന് വിളിക്കുന്നില്ല, അയ്യപ്പന്മാരെന്നാണ് വിളിക്കുന്നത്. പോലീസ് അയ്യപ്പന്മാർ അവർ ചെയ്യുന്ന ഒരു ശ്രമം ഉണ്ടല്ലോ, അതിനകത്തൊരു ഭക്തി ചാലിച്ചാണ് അവർ ചെയ്യുന്നത്. ഭക്തിപൂർവ്വമാണ് അവിടെ ഭക്തരെ കൈകാര്യം ചെയ്യുന്നത്, അവരെ പരിചരിക്കുന്നത്, അവരെ കടത്തിവിടുന്നത്, 18-ാം പടിയൊക്കെ കയറ്റിവിടുന്നത്. ഒരു അർപ്പണ ബുദ്ധിയുണ്ട് പോലീസിന്. അപ്പോൾ ഞാൻ പറയുന്നത് ശബരിമല പോലെയുള്ള ആരാധനാ സ്ഥലങ്ങളിൽ പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരാവട്ടെ ആരാവട്ടെ അവർ ചെയ്യുന്ന ജോലി കേവലം ശമ്പളത്തിന് വേണ്ടി മാത്രമുള്ളൊരു ജോലിയല്ല. അത് അവർ വിശ്വസിക്കുന്ന ഈശ്വരന് വേണ്ടി ചെയ്യുന്നൊരു അർപ്പണം കൂടി അതിനകത്തുണ്ട്. ആ അർപ്പണം ഉണ്ടായാൽ മാത്രമേ സാർത്ഥകമായ രീതിയിൽ ആ ജോലി ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അയ്യപ്പദാസ് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം ഈശ്വരനില്ല എന്ന് പറയുന്ന ആളുകൾ ശബരിമലയാവട്ടെ ഏതൊരു ആരാധനാലയത്തിൻ്റെയും പരിപാലനം ഏറ്റെടുത്താൽ അവരെ സംബന്ധിച്ച് അതെങ്ങനെ നടന്നു പോയാൽ മതി. നമ്മുടെ ഒരു സർക്കാർ പള്ളിക്കൂടം നടത്തുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ സർക്കാരിൻ്റെ ഒരു ചെറിയ വ്യവസായ സംരംഭം നടത്തുന്ന പോലെയോ ആണ് അവർ ക്ഷേത്രത്തെയും കാണുന്നത്. അതിനകത്തൊരു ആധ്യാത്മികമായ അർപ്പണത്തിൻ്റെ ഒരു സമീപനം ഉണ്ടാവത്തില്ല. ഈ ശബരിമലയെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ 4-ാമത്തെയോ 5-ാമത്തെയോ ചർച്ചയാണ് നടക്കുന്നത്. ഈ ചർച്ചകളിലൊന്നും പോസിറ്റീവായിരുന്നില്ല. കാരണം നമ്മൾ മാത്രമല്ല, കേരളത്തിലെ പത്രങ്ങൾ, സാറ്റലൈറ്റ് ചാനലുകൾ എല്ലാം ശബരിമലയെക്കുറിച്ച് ഈ മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷം നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ശബരിമല ക്ഷേത്രത്തോടും അവിടെ എത്തുന്ന ഭക്തരോടും സർക്കാർ സംവിധാനം, ദേവസ്വം ബോർഡും സർക്കാരും കാണിക്കുന്ന കടുത്ത അവഗണനയെക്കുറിച്ചാണ്. കാരണം നമ്മൾ പലതവണ പറഞ്ഞു ശബരിമല സീസൺ എന്ന് ആരംഭിക്കും, മകരവിളക്ക് എന്നാണ് വരാൻ പോകുന്നതെന്ന് വളരെ കാലക്കുട്ടി അറിയാം. എന്നിട്ടും ഈ തീർത്ഥാടന കാലം ആരംഭിച്ച് അതിൻ്റെ പകുതി എത്തുമ്പോൾ പോലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 2018 പ്രളയത്തിൽ പമ്പയിലെ നടപ്പന്തൽ തകർന്നു പോയതാണ്. വർഷോത്തരയായി ഇതുവരെ അതൊന്നും പുനഃസൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ കഴിയുന്നില്ല. അപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾക്കെല്ലാം ഒരു മെല്ലെപ്പൊക്ക് പിന്നെ ആവട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു നയം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സർക്കാരിനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഉണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഏറ്റവും നന്നായി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന ആളുകളെ കൊണ്ട് കുടിയിരുത്താനുള്ള ഒരു കേന്ദ്രമായി മാറിയതിൻ്റെ ഫലമായി നമുക്ക് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഏതെങ്കിലും ക്ഷേത്രവുമായിട്ടോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയോ എന്തെങ്കിലും വിശ്വാസപരമായ ഒരു അടുപ്പമുള്ളതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. നേരത്തെ പത്മകുമാറൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഈ CPM-ൻ്റെയൊക്കെ ഭാഗമായിരുന്നു, പത്തനംതിട്ടയിലെ MLA ഒക്കെ ആയിരുന്നെങ്കിലും ശബരിമലയുമായി ഒരു വൈകാരികമായ അടുപ്പം ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്ത് തന്നെ പത്മകുമാറിന് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ശാസന പോലും ഏറ്റുവാങ്ങിയ ആളാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഭക്തൻ്റെ മനസ്സറിയാനുള്ളൊരു മനസ്സ്, അതല്ലെങ്കിൽ അയ്യപ്പനോട് ഒരു ആദരവും സ്നേഹവും ബഹുമാനവുമുള്ള ഒരു മനസ്സുള്ള ഒരാൾ മന്ത്രിയായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും മാത്രമേ ഇപ്പോഴത്തെ സ്ഥിതി മാറത്തുള്ളൂ. സത്യത്തിൽ ഇപ്പോൾ നിരന്തരം ഈ വീഴ്ചകൾ ഉണ്ടാകുന്നതിന് പേരിൽ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി വേറെ വല്ല പണിയും നോക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും. കാരണം എത്ര കഷ്ടപ്പെടുന്ന എത്ര ദയനീയമായ ചിത്രങ്ങളാണ് ശബരിമലയിൽ നിന്ന് നിരന്തരം വരുന്നത്. ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാനും പരിഹാരം ഉണ്ടാക്കാനും കഴിയാത്തൊരു സർക്കാർ, ദേവസ്വം ബോർഡ് എന്തിനാണ് ദേവസ്വം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? ഇതല്ലേ ജനങ്ങൾ ഉന്നയിക്കേണ്ടുന്ന ചോദ്യം. അല്ല, ഇത് ഇപ്പം ദേവസ്വം മന്ത്രി കഴിഞ്ഞ എത്രയോ ദിവസം അവിടെ തമ്പടിച്ചു. അല്ല, ദേവസ്വം മന്ത്രി രാജാവിൻ്റെ രഥത്തിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി. അവിടെ ആകെ ഒരു കൊളാപ്സ് ആവുന്ന സ്ഥിതി ഉണ്ടായി. അവിടെ നിന്ന് അദ്ദേഹം കളഞ്ഞിട്ട് ഇവിടെ വന്നു ഇത്രയോ ദിവസം. അല്ല, ഇവരിപ്പോൾ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ കസേരയിൽ ഇരിക്കുന്നത് ഒരു ദേവസ്ഥാനം അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ ദേവസ്ഥാനത്ത് പോയാൽ ഒന്ന് കൈകൂപ്പാനോ
ഒരിറ്റ് ചന്ദനം കിട്ടിയാൽ, ഒരു തീർത്ഥം കിട്ടിയാൽ കുടഞ്ഞു കളയുകയോ ചെയ്യുന്ന ആളുകൾ ഈ ദേവസ്ഥാനത്തിൻ്റെ പേരിലുള്ള കസേരകൾ ഇരിക്കുന്നത് അതിലും വലിയ അശ്ലീലം വരെ. അല്ല, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ദൈവം എന്ന് പറയുന്ന ദൈവം ഇല്ല എന്നുള്ളൊരു അഹങ്കാരം. ദൈവമില്ല, പക്ഷെ ദൈവത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് പദവി വേണം. ഞങ്ങൾക്ക് പദവി വേണം, ദൈവത്തിന്റെ പേരിലുള്ള പദവി വേണം. എത്ര വലിയ അശ്ലീലവും അശ്രീകരവുമാണ് ഇത്തരം ദൈവനിഷേധികളായിട്ടുള്ള ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും ഭക്തരുമൊക്കെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അധികാര സ്ഥാനങ്ങളിൽ ഈ ക്ഷേത്രങ്ങളുടെ ചുമതലക്കാരായി ഇരിക്കുന്ന കാലത്ത് ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ. അല്ല സുനിൽജി, ഇത് ഒരു അയ്യപ്പ ക്ഷേത്രത്തിന്റെ കഥ മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഒരുപാട് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ അവസ്ഥകൾ പരമശോചനീയമായിരിക്കും. ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് വാരി കോരി കൊടുക്കുന്നു എന്നാ. എന്ത് കൊടുക്കുന്നു? അതിന്റെ കണക്കുകളോ ഈ ദേവസ്വം ബോർഡ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ആദ്യം ഒരു കേസ് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ സഹകരണ ബാങ്കിൽ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് തെളിവുകൾ ഹാജരാക്കിയപ്പോൾ സഹകരണ ബാങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ, ഗുരുവായൂർ തൃശ്ശൂർ ജില്ലയിലേക്ക്, തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ കോടിക്കണക്കിന് രൂപ നിയമവ്യവസ്ഥകൾ മറികടന്ന് പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ കൊണ്ട് നിക്ഷേപിച്ച് പാർട്ടിക്കും പാർട്ടിക്കാർക്കും ദൂർത്തടിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന സർക്കാരാണ്, ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ഇരിക്കുന്നത്. അപ്പോൾ ദേവസ്വത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് പഴയ പഴമൊഴി പോലെ കാട്ടിലെ തടി ദേവരുടെ വലി, ദേവരുടെ ആന വലിയടാ വലി എന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ടിരിക്കുന്ന വലിക്കൽ മാത്രമാണ്. അപ്പോൾ അതാ തൃശ്ശൂർ പൂരം വരാൻ പോകുന്നു. തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ആചാരങ്ങളെ മുഴുവൻ അട്ടിമറിച്ച് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയും വേണ്ടി വന്നാൽ പാറമേക്കാവും തിരുവമ്പാടിയും ഇല്ലാതെ പൂരം നടത്തി കളയുന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും കൂടെ പൂരം നടത്തും എന്ന തരത്തിലാണ് ഇയാളൊക്കെ സംസാരിക്കുന്നത്. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു വിവരവും ഇല്ലെന്ന് മാത്രമല്ല ഈ ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാലന്മാരാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ ഭരിക്കുന്നത്. അല്ല, ഇതൊരു ശരിയായ നടപടിയല്ല. ഈ പറയുന്ന ഒരു അയ്യപ്പ ക്ഷേത്രത്തിന്റെ കഥ മാത്രമാണെന്ന് ഞാൻ അല്ല, അയ്യപ്പ ക്ഷേത്രത്തിന്റെ കാര്യം പറയണം. ഞാൻ ഇപ്പോഴും ആദരപൂർവ്വം ഓർക്കുന്നു, കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹം ഈ ദേവസ്വം ജീവനക്കാരുടെ സംഘടനയുടെ യോഗത്തിൽ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കണം, ദേവസ്വം സന്നിധാനത്ത് കിട്ടുന്ന 200-300 കോടി രൂപ മാത്രമല്ല, ഒരു സീസൺ കാലത്ത് 10,000 കോടി രൂപയോളം റവന്യൂ കേരളത്തിനുണ്ടാവുന്നുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ട്രാവൽ ചെയ്യുകയാണ്. ഇന്ധനത്തിൽ നിന്ന് അവരുടെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോട് കരുണയോടെ പെരുമാറുക. നിങ്ങൾ ആലോചിക്കണം, സന്നിധാനത്ത് ചെന്നാൽ ഇപ്പോഴല്ല, ഈ തിരക്കിപ്പോൾ വന്നല്ലേ, തിരക്കില്ലാത്ത സമയത്ത് പോലും ഈ കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് കഠിന യാത്രകൾ ചെയ്തു വരുന്ന ഭക്തന് ആ ഭഗവാന്റെ മുന്നിൽ ഒരു നിമിഷം നിന്ന് തൊഴാനുള്ള അവസരം പോലും ഇല്ല. അതേസമയം VIP-കളായ കുറെ ആളുകൾക്ക് സന്നിധാനത്തിൽ നേരെ മുന്നിൽ ചെന്ന് മേൽശാന്തിയുടെ പക്കൽ നിന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങിക്കാം. ആലോചിക്കൂ, ഒരു ഭക്തന് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നെറ്റിയിൽ തൊടാൻ ഇത്തിരി ചന്ദനവും കയ്യിൽ ഇത്തിരി തീർത്ഥവും കിട്ടുക എന്നുള്ള അവന്റെ ജന്മസാഫല്യമാണ്, ആഗ്രഹമാണ്. ശബരിമലയിൽ എത്തുന്ന ഭക്തന് അതിന് യോഗമില്ല, അതിനുള്ള സംവിധാനമില്ല. എന്തൊരു കഷ്ടമാണ്. എത്ര കാലമായി ഇങ്ങനെ. വേണമെങ്കിൽ അയ്യപ്പന് നേദിക്കാത്ത ദേവസ്വം ബോർഡ് നടത്തുന്ന ബേക്കറിയിൽ നിന്ന് അയ്യപ്പനുമായി പുലബന്ധമില്ലാത്ത അപ്പോൾ അരവണയെ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭക്തന്മാരോട് കാണിക്കുന്നത് അനീതിയാണ്. നോക്കൂ, ഇനിയിപ്പോൾ ഇത്രയും ദിവസമായി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ നിന്ന് വരുന്നതിൻ്റെ 3-4 മടങ്ങ് ഭക്തർ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു പോകുന്നത് ഞങ്ങൾ ഇനി ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. വളരെ സങ്കടത്തോടെ പറയുകയാണ്. അപ്പോൾ അതങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ശബരിമല എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ലോകത്തിലെ മഹത്തായ ഒരു ആരാധനാ ക്ഷേത്രം. കാരണം ജാതിയും മതവും കൂടാതെ എല്ലാവർക്കും കയറാൻ. ആലോചിക്കണം അയ്യപ്പദാസെ, ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പും എല്ലാ ജാതിക്കാർക്കും കയറാൻ അവകാശമുണ്ടായിരുന്ന ക്ഷേത്രമാണ് ശബരിമല. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നതിന് മുമ്പ് അത്ര വലിയ പാരമ്പര്യം ശബരിമലയ്ക്കുണ്ട്. ആ ക്ഷേത്രത്തെ മുച്ചൂടും മുടിക്കാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ സർക്കാർ. വൻ ദുരന്തത്തിലേക്ക് ദുരന്തം ഉണ്ടാകുമായിരിക്കാം. ഒരുപക്ഷെ അവർക്ക് വേണ്ടത് നേരത്തെ പുല്ലുമേട്ടിലൊക്കെ ഉണ്ടായ പോലെ ഒരു ദുരന്തം, ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാക്കാനുള്ള അയ്യപ്പന്മാർ വരുന്നില്ല. ഒരു ദുരന്തം ഇതിനേക്കാൾ ഇരട്ടി എത്രയോ ആണ്. ഈ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ പോയാൽ മതി, ആര്യങ്കാവിൽ പോവാം. കേരളത്തിൽ എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ വളരെ ദയനീയമാണ്, വളരെ വലിയ കഷ്ടമാണ്. നമുക്കെന്ത് പറയാൻ, നമുക്കിപ്പോൾ സർക്കാരിനെ കുറച്ച് വിമർശിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്ക് സഹതപിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രയോഗമുണ്ട്, എനിക്കത് കേട്ടിട്ട് വലിയ വിഷമമുണ്ടായി. കാരണം നമ്മൾ ജനാധിപത്യ രാജ്യത്താണ്, നിയമവാഴ്ചയുള്ള രാജ്യത്ത്. നമ്മുടെ മുഖ്യമന്ത്രി പറയുകയാണ്, ഹൈക്കോടതിയൊക്കെ ചില കാര്യങ്ങൾ പറയും, അതിൽ പറ്റാവുന്നതൊക്കെ ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ കോടതി ഒരു വിധിച്ചാലും അതിന് ഞങ്ങൾക്ക് പറ്റാവുന്നത് എന്ന് വെച്ചാൽ വേണമെങ്കിൽ സൗകര്യമുള്ളതെന്ന് വ്യാഖ്യാനിക്കാം, സൗകര്യമുള്ളതും ഞങ്ങൾ നടപ്പാക്കും, അല്ലാത്ത തള്ളും എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയാണ്. ശബരിമല കേസിൽ ഇങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ കോടതി പറഞ്ഞാൽ പോലും പറ്റാവുന്നതൊക്കെ ഞങ്ങൾ നടപ്പാക്കും, പറ്റാവുന്നതേ നടപ്പാക്കൂ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിയ
ഒരു ഭരണത്തലവനുള്ള സ്റ്റേറ്റിൽ നമുക്ക് എന്ത് കിട്ടാനാണ്? സഹതപിക്കാനും കണ്ണീരൊഴുക്കാനും വ്യസനിക്കാനും മാത്രം കഴിയുന്ന വെറും മൃതദേഹങ്ങളായി മലയാളികൾ മാറിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു തിരിച്ചടി കാലം തിരിച്ചു കൊടുക്കുമായിരിക്കും. ഏതായാലും ശബരിമല അയ്യപ്പന്മാരുടെ കണ്ണീര്, അവരുടെ ശാപവാക്ക് നമ്മൾ കണ്ടതേ ഉള്ളൂ കുറേയധികം കാഴ്ചകൾ. നോക്കൂ, വൈക്കത്ത് ഉൾപ്പെടെ ശബരിമലയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ള ഇടത്താവളമാണ് വൈക്കം. വൈക്കത്ത് പോലും ആളുകൾക്ക് ശബരിമലയ്ക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടാതെ അവർ റോഡ് ഉപരോധിക്കുക. ഇത്തരം നമ്മുടെ സംസാരങ്ങളൊക്കെ തന്നെയും നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതൊക്കെ ക്യാപ്സൂളുകളാണ്, വെറുതെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് വരെ പറഞ്ഞതായിട്ടാണ് നമ്മൾ അറിയുന്നത്. അതാണ് ക്യാപ്സൂളുകൾ. വെറുതെ ശബരിമല ഒരു പ്രശ്നവും ശബരിമലയിൽ നമ്മൾ പറയുന്ന വെറും ക്യാപ്സൂളുകളാണ്. മാത്രമല്ല പുതിയ ക്യാപ്സൂൾ ഉണ്ട്, അത് കണ്ടില്ലേ അയ്യപ്പദാസെ? ശബരിമല അയ്യപ്പനെ കാണണമെങ്കിൽ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കണം. അത് ഭഗവാൻ നിശ്ചയിക്കുന്നതാണ്. അതുകൊണ്ട് നീയൊക്കെ കഷ്ടപ്പെട്ടോ എന്ന് പറയുകയാണ്. ഭഗവാന്റെ നിശ്ചയമാണ് നിന്റെ കഷ്ടപ്പാട്. ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രി അറിയുന്നത്. മന്ത്രി അറിഞ്ഞിട്ടാണ് മന്ത്രി വിളിച്ച് മറ്റ് വകുപ്പുകളുടെ ഏകീകരണം നടത്തുന്നത്. അതുവരെ മന്ത്രി അറിയില്ല. ഇത് അയ്യപ്പദാസ് ശബരിമല സീസൺ 41 ദിവസം മണ്ഡലകാലം, അത് കഴിഞ്ഞ് മകരവിളക്ക്, ആ സമയത്തുള്ള ഏകീകരണം എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ നടത്താനുള്ളതല്ലല്ലോ, നിരന്തരമായി നടത്തേണ്ടതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കൂ, നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോയാൽ ക്ഷേത്രങ്ങളിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട്. അത് നാട്ടിൻപുറത്ത് ചെറിയ ക്ഷേത്രമാവട്ടെ വലിയ മഹാക്ഷേത്രങ്ങളാവട്ടെ, ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നതിന് ഭയപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ വന്നാൽ, ക്ഷേത്രവിശ്വാസം കൂടിയാൽ അവർ ചില പ്രത്യേക തരത്തിലേക്ക് മാറും, വേറെ രാഷ്ട്രീയത്തിലേക്ക് മാറും, അവരുടെ വിശ്വാസം ഉറപ്പിക്കും. വിശ്വാസം ദൃഢമായാൽ തങ്ങളുടെ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന പിപ്പിടികളൊക്കെ നിഷ്പ്രഭമാകുന്ന ഒരു കാലത്തേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കാൻ തിരിച്ചറിവുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ നമ്മളൊരു ഓൺലൈൻ മീഡിയയാണ്. ഈ ഓൺലൈൻ മീഡിയയിൽ നമ്മൾ പറയാതിരിക്കേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ഇടുന്ന ഓൺലൈൻ മീഡിയകൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്ത് കാണുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സൈബർ വിങ് ഉള്ളത് കേരളത്തിലെ CPM-നാണ്. എന്നാൽ CPM-ന് ഇത്രയേറെ CPM-നെ അനുകൂലിച്ചിടുന്ന ഒരു വീഡിയോയും ഒരു വാർത്തയും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുന്നില്ല. സോഷ്യൽ മീഡിയ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾക്ക്, വിമർശിക്കുന്ന കണ്ടന്റുകൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. പൊതുജനത്തിന് ഭയം ഉണ്ടാവും പരസ്യമായി പറയാം. പക്ഷേ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം സർക്കാരിനെതിരായ കാര്യങ്ങൾ നെഞ്ചെറ്റുന്നുണ്ട്. അല്ല, ഇങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മറിയക്കുട്ടി ചേച്ചിമാർ പൊങ്ങി വരുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് അങ്ങനെ. അല്ല, കേരളത്തിലെ ഈ 2023 എന്നുള്ള വർഷം കഴിയാണ്, 2-3 ദിവസം കഴിയുമ്പോൾ ഈ വർഷം കടന്നു പോവാം. കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേര്, അടയാളപ്പെടുത്തേണ്ട 3 പേര്, ഒന്ന് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും, 2 മറിയക്കുട്ടി ചേട്ടത്തിയും, 3 ആരിഫ് മുഹമ്മദുമാണ്. പിന്നെ റോബിൻ ബസ് പാവപ്പെട്ട അയാളുണ്ട്. അതെ, റോബിൻ ബസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഉദ്ദേശിച്ചു തന്നെയാണ്. അപ്പോൾ ഇത് 3 കേരളത്തിലെ ഈ വർഷം കഴിയുമ്പോൾ കേരളത്തിലെ താരം, മലയാളിയുടെ അഭിമാനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ പ്രതീകമായി, പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമായി 3 പേർ, ആരിഫ് മുഹമ്മദ് ഖാനും മറിയക്കുട്ടിയും റോബിൻ ബസും നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരു വലിയ പ്രത്യാശയുടെ ഒരു കിരണം തരുന്നുണ്ട്. കാരണം ഇതിനെയൊക്കെ ഇത്രയും വലിയ അടിച്ചമർത്തലും പൊങ്ങി വരുന്ന ശബ്ദങ്ങളാണ് അവർക്ക് അനുകൂലിക്കുന്നത്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരെ അനുകൂലിക്കാൻ ആളുണ്ടെന്ന് മാത്രമല്ല, അവരെ ആകെ വെറുപ്പിച്ചുകൊണ്ട് ഒരു സർക്കാരിന് അധികാരം കൊണ്ടുപോകാൻ കഴിയില്ല. ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം എല്ലാ വീട്ടിലും കയറി മാപ്പപേക്ഷിച്ച ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. തൊട്ടു മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ട്. 3-4 മാസങ്ങൾക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട്. ഏതായാലും ശബരിമല കൂടി കേരളത്തിലെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർത്താൽ എല്ലാത്തിനും ഇതാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഏതായാലും ഒരു പക്ഷേ ഇങ്ങനെ പോയാൽ ശബരിമല കൂടി കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അത് പിണറായി വിജയനെങ്കിലും അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. അതെ, നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.